ശ്രീ പിണറായി വിജയൻ, ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വിനോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മനോജ് മൂത്തേടൻ, ഇവരുടെയൊക്കെ എല്ലാവരുടെയും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ പ്രസ് ക്ലബ്ബുമായിട്ടും KWG-യുമായിട്ടും ആത്മബന്ധം വേണ്ട ഈ പരിപാടിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്രപ്രവർത്തക യൂണിയൻ്റെ ചരിത്രത്തിൽ എപ്പോഴും യൂണിയന് കഴിഞ്ഞ കാലം ഇത്രയും സാധിക്കാതിരുന്ന ഒരു സുപ്രധാനമായ കാര്യം, അതിൻ്റെ ആദ്യ ചുവടുവെപ്പാണ് ഇന്ന് നടക്കുന്നത്. വളരെ അരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്തു വരുന്നവരാണ്. മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിൻ്റെ തൊഴിൽ സ്വഭാവം മാറിക്കഴിഞ്ഞു. ഈ സന്ദർഭത്തിൽ ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ ശരിയായ രീതിയിലുള്ള താങ്ങ്, സഹായം, ആശ്രയം, ചേർത്ത് പിടിക്കൽ മാധ്യമപ്രവർത്തകരുടെ കുടുംബത്തിനോ മാധ്യമ ഫണ്ട് ഉയർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് പുറത്തു നിന്നുള്ള സഹായങ്ങൾ ലഭിച്ചാൽ നമ്മൾ സ്വീകരിക്കും. മുഖ്യമന്ത്രി വേദിയിലുണ്ട്, സർക്കാരിൻ്റെതായ സഹായം. നമുക്കറിയാം, നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ നൽകുന്നുണ്ട്. ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും നമ്മുടെ പെൻഷൻ മുടങ്ങാതെ എല്ലാ മാസവും നൽകുന്നുണ്ട്. അതിന് കേരള പത്രപ്രവർത്തക യൂണിയൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള സന്തോഷവും അഭിവാദ്യങ്ങളും ഇതിൽ കണ്ട് ഒരു നിവേദനം കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള അവസരം നൽകണം. പദ്ധതിയുടെ കൂടുതൽ വിപുലമായ ലക്ഷ്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ ഇവിടെ വിശദീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. ഏതായാലും അത്തരമൊരു ബൃഹത് സംരംഭത്തിനാണ് പത്രപ്രവർത്തക യൂണിയൻ ഇന്ന് ഇവിടെ ഏറ്റെടുത്ത് തുടക്കം കുറിക്കുന്നത്. അത് ഏതാണ്ട് അടുത്ത ജനുവരിയോടുകൂടി ആ പദ്ധതിയുടെ പൂർണ്ണരൂപത്തിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ സാധ്യമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ R. ഗോപകുമാർ. അടുത്തത് ബ്രേക്കിംഗ് ഡി, അതിനെക്കുറിച്ചുള്ള അവതരണമാണ്. M. B. ലീന, മാതൃഭൂമി. മെമൻറ്റോ സ്വീകരിക്കാനെത്തുന്നവർ സ്റ്റേജിൻ്റെ വലതുവശത്തേക്കൂടെ കയറി തിരിച്ച് ഇടതുവശത്തേക്കൂടെ ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുക. KS, മാതൃഭൂമി. K. ശശി, നന്ദി. അടുത്തതായി അവാർഡ് നൽകുന്നതിനായി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ. രാജീവ് ദേശാഭിമാനി. അജൻ KP, ദർശന TV. രമേശ് ബാബു R. ജനയുഗം. ജലജകുമാരി, ദേശാഭിമാനി. സജിത് പരമേശ്വരൻ, മംഗളം. ഈ ഏറ്റവും പ്രയാസം നിറഞ്ഞ ജീവിതത്തിലെ ആ ഘട്ടത്തിൽ തൻ്റെ സഹപ്രവർത്തകരായിരുന്ന ആളുകൾ ഒരു താങ്ങായി, ഒരു കുട പിടിച്ച് തരുന്നല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടായിരുന്നു അദ്ദേഹം കരഞ്ഞത് എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ബ്രേക്കിംഗ് ഡി എന്ന് പറയുന്ന ഡ്രഗ്സിനെതിരായിട്ടുള്ള ഒരു യുദ്ധത്തിൽ നമ്മളെല്ലാവരും ഏർപ്പെട്ടിരിക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിന് ഒക്കെ പരിമിതികളുണ്ട്. ഗവൺമെൻറ്റിന് എൻഫോഴ്സ്മെൻറ്റ് മാത്രം ആണ് ചെയ്യാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഗവൺമെൻറ് അതിൻ്റെ അവയർനെസ് പ്രോഗ്രാമിലേക്ക് ഇറങ്ങാമല്ല. ഗവൺമെൻറ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും പൂർണ്ണമായും അവരുടെ
എൻഫോഴ്സ്മെൻറ്റിൽ ഏർപ്പെടുക. ബാക്കിയുള്ള നമ്മളെല്ലാവരും ചേർന്ന് വലിയൊരു അവയർനെസ് ഉണ്ടാക്കി. ഇത് ഈ പ്രോജക്റ്റ് വളരെ നൂതനമായൊരു പ്രോജക്റ്റാണ്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അസംബ്ലിയിൽ തന്നെ പറഞ്ഞു, നമുക്ക് പോലും പുറത്തൊരാളോട് പറയാൻ പറ്റാത്ത ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഒരുപാട് വിവരങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒരു അസംബ്ലിയിൽ അത് പറയാൻ പറ്റില്ല. ഒരു സുഹൃത്തിനോട് പോലും പങ്കുവയ്ക്കാൻ നമുക്ക് വിഷമമുണ്ടാകുന്ന ചില തിക്ത അനുഭവങ്ങളാണ് പലരുടെയും ജീവിതത്തിൽ ലഹരി പല കുടുംബങ്ങളിലും ഉണ്ടാക്കിയിരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം നമ്മളറിയണം. പിന്നെ പലരും കുഞ്ഞുങ്ങൾ ജയിലിൽ പോകുമോ എന്ന് ഭയന്ന് പുറത്തേക്ക് പറയുന്നില്ല. കുഞ്ഞുങ്ങൾ ജയിലിൽ പോകുമോ, അവരിതിൻ്റെ ഭാഗമായി മാറുമോ, എന്നും ഇത് അവൻ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം. പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കോളേജാണെങ്കിലും സ്കൂളാണെങ്കിലും അവരുടെ ഫെയിമിനെ ബാധിക്കുമോ എന്നുള്ള അവരുടെ പേടി, ആ സ്ഥാപനത്തിനത് മോശമായി വരുമോ എന്നുള്ള ഭയം. അതുകൊണ്ട് പലരും ഇത് പുറത്തു പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ പുറത്തറിയുന്ന സംഭവങ്ങളെക്കാൾ 100 മടങ്ങോ 1000 മടങ്ങോ ആണ് യഥാർത്ഥത്തിൽ ലഹരി ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ഇത് പെട്ടെന്ന് ഈ QR കോഡ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആധുനികമായ AI സാങ്കേതിക വിദ്യ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സംവിധാനമാണ് ബ്രേക്കിംഗ് ഡി. ഇത്തരമൊരു നൂതനമായ സംരംഭം ആവിഷ്കരിച്ചതിന് KUWJ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ബ്രേക്കിംഗ് ഡി പദ്ധതി, ആ ക്യാമ്പയിൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. നമ്മുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാം, നന്മയുടെ വഴി നമ്മൾ ചേർന്ന് നടക്കാം. രാസലഹരി എന്ന കപട ശത്രുവിനെ തോൽപ്പിക്കാം. സഹോദരരെയും സുഹൃത്തുക്കളെയോടെ ഉയർത്തിയിടാം. ദീർഘമായ ഒരു പ്രസംഗത്തിന് തുനിയുന്നില്ല. വളരെ മാതൃകാപരമായ 3 കാര്യങ്ങൾക്കാണെന്ന് KUWJ തുടക്കം കുറിക്കുന്നത്. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ പെൻഷനൊക്കെ ഉണ്ടെങ്കിലും മറ്റൊരു വെൽഫെയർ സംവിധാനം എല്ലാ വശങ്ങളും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെയൊന്ന് തീരുമാനിച്ചത്. അതെന്തുകൊണ്ടും ഉചിതമാണ്. രണ്ടാമത്തെ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ലോഞ്ച് ചെയ്ത ഈ നാട് ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് KUWJ കൂടി ഏറ്റെടുത്തിട്ടുള്ളത്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ കേരള നിയമസഭ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ടാണ് കേരളീയ സമൂഹം ഒന്നിച്ച് ഈ ലഹരി വിപത്തിനെ നേരിടാൻ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാന പ്രചാരകരായി മാധ്യമപ്രവർത്തകർ മാറുന്നു എന്നറിയുന്നതിൽ എന്റെ സ്കൂളിൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ breakingd.com കയറി തുറന്നെഴുതിക്കോ. അനോണിമസ് ആണ്, ടെൻഷൻ വേണ്ട. Open your heart. Keep it open. Share your truth. Nobody knows you. It's completely anonymous. Breaking D, a new generation rising against drugs. ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? breakingd.com സന്ദർശിച്ച് തുറന്നെഴുതുക. Open your heart. Keep it open. Share your truth. Nobody knows you. It's completely anonymous. Breaking D, a new generation rising against drugs.